റിട്ടയർമെന്റ് ജീവിതം വിശ്രമവേളകളിൽ തളച്ചിടാതെ സേവനം കൊണ്ട് സമൂഹത്തിന് മാതൃകയാവുകയാണ് സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂരിലെ 300-ലധികം പേർക്കാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത്. സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ ഒരു കൂട്ടം റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ് ഈ രാഷ്ട്രീയേതര മതേതര കൂട്ടായ്മയിലെ അംഗങ്ങൾ. വിയൂർ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ രാവിലെ മുതൽ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിൽ വയോജനങ്ങളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ചികിത്സ തേടിയെത്തിയത്. ഓരോരുത്തരെയും അതാത് വിഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതിനായി വോളണ്ടിയർമാരും സജീവമായിരുന്നു. സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്ന രാഷ്ട്രീയേതര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആത്രേയ ഹോസ്പിറ്റലും പാട്ടുരാക്കൽ തൈറോ കെയറും മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി. എല്ലാ സജ്ജീകരണങ്ങളോടെയും ഒരുക്കിയ മെഡിക്കൽ ക്യാമ്പ് അവിടെ എത്തിയ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്നു. ഞങ്ങളെ പോലുള്ള സ്ത്രീകൾ കുടുംബഭാരം കൊണ്ട് നടക്കണവരാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വരെ ഞങ്ങളുടെ ഈ ജോലി തിരക്കിലും കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. അപ്പം അതും ഞായറാഴ്ച ഒരു ദിവസം വെച്ചത് വളരെ നന്നായി. നമ്മൾ ഇതിൽ രാഷ്ട്രീയം എന്നതിലുപരി ജനങ്ങൾക്കൊരു സേവനം എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട് ഇവിടെ. എല്ലാ വിഭാഗത്തിലെയും പ്രഗത്ഭരായ ഡോക്ടർമാരായിരുന്നു ക്യാമ്പിലുണ്ടായിരുന്നത്. റിട്ടയർ മേജർ ജനറൽ ഡോക്ടർ ഗോപിനാഥൻ നായർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായാണ് വിവിധ മേഖലകളിൽ പരിജ്ഞാനമുള്ള റിട്ടയർമെന്റ് ഉദ്യോഗസ്ഥർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചതും സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. സാധാരണ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സാണ് മുഴുവൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രീ ചെക്കപ്പ്, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ECG പോലും നമ്മൾ സൗജന്യമായി ഈ ക്യാമ്പിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിന് മറ്റ് ക്യാമ്പിൽ നിങ്ങൾ വ്യത്യസ്തമാകുന്നത് ഇത്തരം പ്രത്യേകതകളാണ്. മുൻപ് സുരേഷ് ഗോപിക്കായി പദയാത്ര നടത്തിയതും ഈ കൂട്ടായ്മയാണ്. ജനസേവനം ലക്ഷ്യമാക്കിയുള്ള ജനനായകന്റെ പ്രവർത്തനത്തിന് പിന്തുണ നൽകുകയാണ് ഇവർ ഓരോരുത്തരും. സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് കണ്ട് ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക റിട്ടയർഡായിട്ടുള്ള ആൾക്കാർ അവരെല്ലാവരും കൂടി ഒരു സംഘടന രൂപീകരിച്ചതാണ് സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനിയും മികച്ച രീതിയിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനുമാണ് കൂട്ടായ്മയുടെ തീരുമാനം. രാഷ്ട്രീയത്തിനതീതമായ ജനസേവനമാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ നടപ്പിലാകണമെന്നും ഇവർ ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം M. മനോജ്, ജനം, തൃശൂർ.